ഏറെ ദൂരത്തിലായിരിക്കും, അതായിരിക്കും ഇത്രയും കോൺഫിഡൻറ്റോടെ ഇനിയുള്ള മത്സരങ്ങളിൽ ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പോയിന്റ് മറ്റുള്ളവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പോയിന്റുമായിട്ട് കവർ ചെയ്ത് വന്നാൽ പോലും ഞങ്ങൾ ഉറപ്പായിട്ടും ഈ കപ്പുമായിട്ട് തന്നെ കോട്ടയത്തേക്ക് തിരിച്ചു പോകുന്നുള്ള ഉത്തമ വിശ്വാസത്തോടുകൂടിയാണ് ഞങ്ങൾ ഈ അവസരത്തിൽ ഇവിടെ നിൽക്കുന്നത്. ഈ ഒരു അവസരത്തിൽ തികച്ചും SN പോളിടെക്നിക് കൊല്ലം കൊട്ടിയം ഞങ്ങൾ തികച്ചും അത്യന്തം ഹാപ്പി ആയിട്ട് നിൽക്കുന്ന സമയമാണ്. കാരണം ഇത് ഞങ്ങളുടെ 3ാമത്തെ തവണയാണ് ഞങ്ങൾ ഇന്റർ പോളി കപ്പ് വെക്കുന്നത്. അതിന് ഞങ്ങളുടെ ടീച്ചേഴ്സ് ഞങ്ങൾക്ക് ചെയ്തു തന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സപ്പോർട്ടാണ്. ഏത് നിമിഷവും ഞങ്ങൾക്ക് എപ്പോഴും ഒരു കരുത്തൂണായിട്ട് ഞങ്ങളോട് എപ്പോഴും ഞങ്ങളുടെ ടീച്ചേഴ്സ് കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ അവസരത്തിൽ ഈ കപ്പ് ഞങ്ങൾ കോളേജിൽ നൽകുമ്പോൾ ഞങ്ങൾ ഏറ്റവും കൃതജ്ഞത പറയുന്നത് ഞങ്ങളുടെ പ്രിൻസിപ്പൽ സാറിനാണ്. സാർ ഞങ്ങളെ ചെയ്തു തന്ന ഒത്തിരി സപ്പോർട്ട്. അതുപോലെ ആർട്ട് സെക്രട്ടറി ഇർഫാൻ, അവൻ്റെ അത്യുഗ്രമായ പ്രവർത്തനങ്ങൾ, രാപ്പകൽ നടന്നുള്ള പ്രവർത്തനങ്ങൾ, ഇതിനെല്ലാം ഞങ്ങൾ ഒത്തിരി നന്ദിയോടെ പറയുന്നു. ഞങ്ങളൊരു 1.5 മാസത്തെ കഷ്ടപ്പാട് കൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഈ വിജയം കരസ്ഥമാക്കിയത്. ഏറ്റവും കൂടുതൽ നമ്മളെ കൂടെ നിന്ന പിള്ളേരും എല്ലാവർക്കും ഈ ഒരു നിമിഷത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. ഏറ്റവും കൂടുതൽ പറയാനുള്ളത് നമ്മളെ സാറുമാർ, മിസ്സുമാർ, പ്രിൻസിപ്പൽ സാർ എല്ലാ കാര്യത്തിനും നമ്മളെ കൂടെ എല്ലാത്തിനും നിന്നിട്ടുള്ളതാണ്. ഈ വിജയം കരസ്ഥമാക്കിയത് എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഒരുപാട് നാളത്തെ പ്രയത്നങ്ങൾക്കൊടുവിൽ നമ്മൾ 3ാമത്തെ കപ്പ് അടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇതിനകത്ത് ഒരാളുടെ പ്രയത്നം കൊണ്ടൊന്നുമല്ല, ഒരുപാട് പേര് നമ്മൾ പ്ലേസ്മെൻറ്റ് നേടിയവരും നേടാത്തവരും ഞാൻ ഉൾപ്പെടെയുള്ള ഇവിടെ ഒത്തിരിയും പേര് 3rd ഇയേഴ്സ് കഴിഞ്ഞിരിക്കുന്നു. പ്ലേസ്മെൻറ്റ് നേടിപ്പോയവർ പോലും അവിടുന്ന് കമ്പനിയിൽ നിന്ന് ലീവ് എടുത്ത് വന്നിട്ടാണ് ഈ ഒരു പങ്കാളികളായിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രിൻസിപ്പൽ സാർ, ഇവിടെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയാലും എല്ലാവരുടെയും കൂട്ടായ പ്രയത്നം, ആ പ്രയത്നത്തിൻ്റെ ഫലമായി ഒടുവിൽ നമ്മൾ ഒരു ചരിത്ര വിജയം നേടിക്കൊണ്ടാണ് 3ാമത്തെ കപ്പ് നേടിയിരിക്കുന്നത്. ഇവിടുത്തെ സംഘാടന സമിതിയോടും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾ ഇത്രയും പേര് കണ്ണൂർ വന്നു, നിങ്ങൾക്കുള്ള താമസം, അതുപോലെ ഭക്ഷണം, അതുപോലെ നിങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ, അതൊക്കെ ഈ ഒരു കണ്ണൂർ പോളിയിലെ സംഘാടകർ നിങ്ങൾക്ക് ഏത് തരത്തിലാണ് ചെയ്തത്? സൂപ്പറായിരുന്നു. സംഘാടക സമിതി അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ കോളേജിൽ നിന്ന് എല്ലാ സെറ്റപ്പോടുമായിട്ടാണ് വന്നത്. പ്രിൻസിപ്പാൾ സാർ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫുഡായാലും പിന്നെ ഞങ്ങളുടെ സ്റ്റേ ആയിരുന്നാലും ട്രാൻസ്പോർട്ടേഷൻ ആയിരുന്നു, എല്ലാം കോളേജിൽ സെറ്റായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു കപ്പ് നിങ്ങൾക്ക് നേടാനായിട്ടുള്ള ഊർജം നിങ്ങളെ കോളേജിൽ കപ്പ് ഊർജം എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ സാർ തന്നെയാണ് നമ്മുടെ ഊർജം. സാറും ഞങ്ങളുടെ ടീച്ചർമാരും പിന്നെ ഞങ്ങളുടെ യൂണിയനും എല്ലാം ഞങ്ങൾ കപ്പ് കൊണ്ടുപോകാനായിട്ടാണ്. ഞങ്ങളുടെ കപ്പ് കൊണ്ട് ഞങ്ങൾ പോവുകയാണ്. നമ്മുടെ ഒരു പഴമയിലൊരു ചൊല്ലുണ്ട്, കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ടാന്ന്. അപ്പോൾ കൊല്ലം തന്നെയാണ് ഈ ഒരു കപ്പ് കൊണ്ട് അതിനെക്കുറിച്ച്. ഈ കപ്പ് ഞങ്ങളുടെയാണ്, ഞങ്ങൾ കൊണ്ടുവന്ന കപ്പാണ്, ഇത് കൊണ്ടുപോവാണ് ഞങ്ങൾക്ക് കപ്പ് വേണം. അപ്പോൾ തുടർച്ചയായി 3ാം തവണയും കപ്പടിച്ചാൽ നിങ്ങളെ ടീമിനും എന്താണ് പറയുന്നത്? സന്തോഷമുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. ശ്രീനാരായണ പോളിടെക്നിക് കോളേജ് ഏതാണ്ട് 70ഓളം വർഷം പാരമ്പര്യമുള്ള കോളേജാണ്. ഞങ്ങൾ 2 തവണ ഞങ്ങളുടെ കോളേജ് ഇതിൻ്റെ ആതിഥ്യം വഹിച്ചിട്ടുണ്ട് ഈ സംസ്ഥാന പോളി കലോത്സവത്തിൽ. അപ്പോൾ അതിൽ ഞങ്ങൾ 2ാം സ്ഥാനം വരെ എത്തിയുള്ളൂ. പക്ഷേ കഴിഞ്ഞ 3 തവണയായിട്ട് 2 വർഷം മുമ്പ് കുന്നംകുളം പോളിടെക്നിക്കിൽ വെച്ച് കലോത്സവം നടന്നു. അന്ന് ഞങ്ങൾ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് സംസ്ഥാന പോളി കലോത്സവത്തിൽ വിജയികളായി. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ അത് നിലനിർത്തണം എന്നൊരു വാശിയായിരുന്നു. കഴിഞ്ഞ വർഷം അടൂർ വെച്ച് ഞങ്ങൾ കപ്പ് കരസ്ഥമാക്കി. റെക്കോർഡ് പോയിൻ്റോട് കൂടിയാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷം കപ്പ് കരസ്ഥമാക്കിയത്. ഈ വർഷവും ഞങ്ങളുടെ കുറേയേറെ വിദ്യാർത്ഥികൾ പാസ് ഔട്ടായി. ഈ വർഷം കഴിഞ്ഞ വർഷം നിർണായക പോയിൻ്റ് നേടിയ കുറേ വിദ്യാർത്ഥികൾക്ക് പാസ് ഔട്ടായി പോയി. പക്ഷേ ഞങ്ങൾ അതുകൊണ്ടൊന്നും പിന്നോട്ട് പോയില്ല. പുതിയ വിദ്യാർത്ഥികളെ ഞങ്ങളുടെ ഈ ടീമിൽ ചേർക്കുകയും അവർക്ക് വേണ്ട പരിശീലനങ്ങൾ നൽകി ഈ പഴയതിനേക്കാളും ഊർജ്ജസ്വലമായിട്ടൊരു ടീമായിട്ട് ഞങ്ങളിവിടെ പങ്കെടുത്തു. ഈ 3rd ഇയർ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ കലോത്സവത്തിൽ പങ്കെടുക്കാൻ അവസരമുണ്ട്. പക്ഷേ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിലൂടെ കുറേയേറെ വിദ്യാർത്ഥികൾ പ്ലേസ്മെൻറ്റിലാണ്. ചെന്നൈയിലും ബാംഗ്ലൂരിലും ഒക്കെ പ്ലേസ്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളാണ്. അപ്പോൾ അവരൊക്കെ അവരുടെ ട്രെയിനിങ് പീരീഡാണ്. അവിടുന്ന് ഞങ്ങൾ പ്രത്യേക പെർമിഷൻ മേടിച്ചിട്ടാണ് അവരെയൊക്കെ ഇവിടെ പങ്കെടുപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അവരുടെയൊക്കെ രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇതിനു വേണ്ടിയിട്ട് ഞങ്ങളോട് സഹകരിച്ചു. അതോടൊപ്പം കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, അവരുടെ രക്ഷിതാക്കളുണ്ട്. അവരെല്ലാം തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ഏതാണ്ട് 100ൽ പരം വിദ്യാർത്ഥിനികളും ഞങ്ങളുടെ 30ഓളം അധ്യാപകരും കഴിഞ്ഞ 4 ദിവസമായിട്ട് ഈ ക്യാമ്പസിലും പരിസരത്തുമായിട്ട് ക്യാമ്പ് ചെയ്തിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം നേതൃത്വം നൽകുന്നത് കോളേജ് പ്രിൻസിപ്പൾ, നമ്മുടെ കോളേജിലെ ഈ ആർട്സ് ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ട ആർട്സ്
ക്ലബ്ബ്, അതിൻ്റെ ഭാരവാഹികൾ, ഞങ്ങളുടെ ജീവനക്കാർ, രക്ഷിതാക്കൾ എല്ലാവരും തന്നെ ഒത്തിണക്കത്തോടെ മുന്നൊരുക്കത്തോടു കൂടി വന്നിട്ടാണ് ഞങ്ങൾ ഈ വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷവും ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള പ്രോഗ്രാമുകളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ മെയ് മാസം മുതൽ ഞങ്ങൾ ഇതിൻ്റെ മുന്നൊരുക്കം തുടങ്ങി ഇതുമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടാണ് ഈ വിജയത്തിലേക്ക് എത്തിച്ചേർന്നത്. കഴിഞ്ഞ വർഷവും റെക്കോർഡ് പോയിൻ്റോടുകൂടിയാണ് ഞങ്ങൾ ഈ വിജയം കരസ്ഥമാക്കിയത്. ഈ വർഷവും 300-ൽ പരം പോയിന്റ് നേടി ഞങ്ങൾ ഈ കപ്പുമായിട്ട് ഞങ്ങൾ തിരികെ പോകും. ഹാട്രിക് വിജയത്തോടുകൂടി ഞങ്ങൾ ഈ ശ്രീനാരായണ പോളിടെക്നിക്ക് സംസ്ഥാന പോളി കലോത്സവത്തിലെ ചരിത്രം സ്ഥാപിച്ചിരിക്കുകയാണ്. ഇതിനോട് സഹകരിച്ച ഞങ്ങളുടെ കോളേജിലെ ഈ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ, അതോടൊപ്പം ഈ കണ്ണൂർ നഗരത്തിൽ ഇവിടെ എത്തിച്ചേർന്നപ്പോൾ ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തന്ന ഇതിൻ്റെ സംഘാടക സമിതി അംഗങ്ങൾക്കും ശ്രീനാരായണ പോളിടെക്നിക്കിൻ്റെ പേരിലും ഈ കലോത്സവ കമ്മിറ്റിക്ക് എല്ലാ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. അതുപോലെ സാറേ, ഇപ്പം മത്സരങ്ങളെല്ലാം കഴിഞ്ഞിട്ടില്ല, ഇനിയും മത്സരങ്ങൾ ബാക്കിയുണ്ട്. അപ്പോൾ എന്നോടിപ്പോൾ ആരോ ചോദിച്ചു മത്സരങ്ങൾ കഴിഞ്ഞിട്ടില്ല, എങ്ങനെയാണ് ഒന്നാം ഇനിയുള്ള മത്സരങ്ങളിൽ ഏറെ ദൂരത്തിലായിരിക്കും, അതായിരിക്കും ഇത്രയും കോൺഫിഡൻറ്റോടെ ഇനിയുള്ള മത്സരങ്ങളിൽ ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പോയിന്റ് മറ്റുള്ളവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പോയിന്റുമായിട്ട് കവർ ചെയ്ത് വന്നാൽ പോലും ഞങ്ങൾ ഉറപ്പായിട്ടും ഈ കപ്പുമായിട്ട് തന്നെ കോട്ടയത്തേക്ക് തിരിച്ചു പോകുന്നുള്ള ഉത്തമ വിശ്വാസത്തോടുകൂടിയാണ് ഞങ്ങൾ ഈ അവസരത്തിൽ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം കാരണക്കാരായ വിദ്യാർത്ഥിനി സുഹൃത്തുക്കളാണ് ഈ ചുറ്റും നിൽക്കുന്നത്. അവർക്കെല്ലാം ഒരിക്കൽ കൂടി ശ്രീനാരായണ പോളിടെക്നിക്കിൻ്റെ പേരിൽ ഒരു നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ കുട്ടികൾ ഇന്നലെ പറഞ്ഞായിരുന്നു, അതായത് ഇവരുടെയൊക്കെ സേഫ്റ്റി, അതായത് ഇവരൊക്കെ പോയി ഉറങ്ങിയതിന് ശേഷമാണ് സാറന്മാർ പോകുന്നതും ഉറങ്ങുന്നതൊക്കെ. അതാ, ഏതാണ്ട് 30ഓളം അധ്യാപകരും കുറേ രക്ഷിതാക്കളും ഞങ്ങളൊപ്പം വന്നിട്ടുണ്ട്. അവരെല്ലാവരും ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇവർക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടാണ് ഞങ്ങൾ ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അത് ഈ കലോത്സവത്തിൻ്റെ വിജയത്തിൽ ഞങ്ങൾക്ക് വളരെ നിർണായകമായിട്ടുണ്ട്. താങ്ക് യു.